शीतला सस्यश्यामला मातरं वन्दे. പ്രിയമുള്ളവരെ, ഞാൻ ഷാബർസൽ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇന്ന് വളരെ വ്യക്തമായിട്ട് കേൾക്കണം, ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. ഇന്ന് നമ്മളെ ചരിത്രങ്ങളെ വികലമാക്കി മുന്നോട്ട് കൊണ്ടുവന്ന ഈ കാലഘട്ടം വിവാദമായിരിക്കുന്നൊരു വിഷയമാണ് വന്ദേ മാതരം. വന്ദേ മാതരവും ജനഗണമനയും. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടും വന്ദേ മാതരം ദേശീയ ഗീതമായിട്ടും നമ്മുടെ പൂർവികന്മാർ നമുക്ക് അംഗീകരിച്ചു. 1950 നമുക്ക് അംഗീകരിച്ച് തന്നു. അത് നമ്മൾ അംഗീകരിക്കപ്പെടുകയും ചെയ്തതാണ്. 1875 ശ്രീ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതി ഉണ്ടാക്കിയ ഈ ഗീതം 1914 1896 ഇതൊന്നുകൂടിയൊക്കെ കേട്ട് 1914 അവരുടെ തീരുമാനം നമുക്ക് ഇന്ത്യക്ക് ഇതൊരു ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കാമെന്ന നിലയിലെത്തി. അത് അംഗീകരിച്ചു. 1950 നമുക്കിത് സമർപ്പിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്. പക്ഷെ ആ സമയത്ത് ദേശീയ ഗീതം എന്ന് പറയുന്ന ഇത്രയും നല്ല സുന്ദരമായ സ്വീറ്റുള്ള കേൾക്കാൻ ഇമ്പമുള്ള വന്ദേ മാതരം എന്ന ഈ ഗീതം എല്ലാ മനുഷ്യർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷേ ശേഷം ബങ്കിം ചന്ദ്ര ചാറ്റർജി തന്നെ അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന നോവലിനകത്ത് ഇവയെ കുറച്ച് വിശദമായിട്ട് ഇതൊരു ആരാധനാമൂർത്തിയായിട്ട് മാറി. ഈ ഗീതത്തിൽ ആരാധനാമൂർത്തികൾ കയറി വന്നു. അതായത് ദുർഗാദേവി, ലക്ഷ്മി ദേവി, സരസ്വതി ഇങ്ങനെയുള്ളതൊക്കെ വന്നപ്പോഴാണ് 1937 ബഹുമാന്യനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് അലി ജിന്ന, മൗലാന അബ്ദുൽ കലാം ആസാദ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ കൂടിയിരുന്ന് തീരുമാനിച്ച് ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ, ആ 2 വരി എന്ന് പറഞ്ഞാൽ നല്ല 2 വരി തന്നെയാണ്, നീളമുള്ള 2 വരിയാണ്. ഈ വരി ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വവും നമ്മുടെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ആ 2 ഭാഗം നമുക്ക് ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ച് തരികയും ചെയ്തു. എന്നാൽ പിന്നീട് അത് പല രീതിയിലും ഈ ചരിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ചിലപ്പോൾ അതിൽ ജിന്നയും മൗലാന അബ്ദുൽ കലാം ആസാദിനൊക്കെ അങ്ങ് മാറ്റും അവർ. കാരണം നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ജവഹർലാൽ നെഹ്റു വലിയ രാജകുടുംബത്തിൽപ്പെട്ട അദ്ദേഹം വീട്ടിലിരുന്നു കൊണ്ടാണ് SSLC സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് വരെ പൂർത്തീകരിക്കുന്നത്. അദ്ദേഹം സ്കൂളിലൊന്നും പോയിട്ടില്ല, വീട്ടിൽ ട്യൂഷൻ കൊടുത്തു. അത്രയും വലിയ രാജകുടുംബത്തിൽപ്പെട്ട. അതിനുശേഷമാണ് അദ്ദേഹം വിദേശത്ത് പഠിക്കാൻ പോകുന്നത്. വിദേശത്ത് പഠിക്കാൻ പോയി ഡിഗ്രിയൊക്കെ സമ്പാദിച്ച് തിരിച്ചു വരുമ്പോൾ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി. പക്ഷെ അതിനു മുമ്പ് വരെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദും മുഹമ്മദ് അലി ജിന്നയും സുഭാഷ് ചന്ദ്രബോസൊക്കെ ആയിരുന്നു. ഗാന്ധിജിയുണ്ട്. പട്ടേൽ അന്ന് ഉണ്ടെങ്കിൽ തന്നെ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. സുഭാഷ് ചന്ദ്രബോസാണ് അന്ന് ഏത് രീതിയിലും നമ്മുടെ INA ഉണ്ടാക്കിയ, ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് ഉണ്ടാക്കിയ അദ്ദേഹം രാജ്യത്ത് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ മനംനൊന്ത് എന്ന് വേണമെങ്കിൽ പറയാം, ഇവരിൽ നിന്നും പോയി അദ്ദേഹത്തിനെ എങ്ങനെ ആര് കൊണ്ടുപോയി ചതിച്ചു എന്നറിയത്തില്ല. 1945 തോന്നുന്നു. ഒരു വിദേശ രാജ്യത്തോട്ട് പോകുമ്പോൾ ഫ്ലൈറ്റ് അപകടത്തിൽ അദ്ദേഹത്തെ കാണാനില്ല എന്നൊരു സംഭവമേ നമുക്കറിയാൻ പറ്റൂ. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി പോലും പിന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ 1935-36 ശേഷം നിസ്സഹകരണ പ്രസ്ഥാനത്തോട് ആകൃഷ്ടനായ ശ്രീ ജവഹർലാൽ നെഹ്റുവിനെ
പ്രധാനമന്ത്രിയാക്കാനുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് അടുത്ത പ്രധാനമന്ത്രി ആരെന്നുള്ള ചോദ്യത്തിൽ നെഹ്റുവിനെയാണ് അവതരിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ അന്ന് ആ കാലഘട്ടത്തിൽ മൗലാന അബ്ദുൽ കലാം ആസാദും മുഹമ്മദ് അലി ജിന്നയും 940 വരെ അദ്ദേഹം കോൺഗ്രസിൻ്റെ ശക്തനായ പോരാളിയായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം വന്നു. അത് 1914 ശേഷമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ പലരും ചാടിക്കാൻ നോക്കി, മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ നോക്കി, പോയില്ല. 1935 36 മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ട് കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തെ തള്ളി അതിൽ വിടുന്നത്. മുഹമ്മദ് അലി ജിന്ന എങ്ങും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആകണമെന്നോ അല്ലെങ്കിൽ ഈ രാജ്യം മുറിക്കണമെന്നോ. പക്ഷെ 1914 ശേഷം തന്നെ ആദ്യത്തെ മന്ത്രിസഭയിലുള്ള മുഖർജി, ശ്യാമപ്രസാദ് മുഖർജി, അതിനുശേഷം വി ഡി സവർക്കറും ഡിവൈഡ് ആൻഡ് റൂൾ കൊണ്ടുവന്നു, രാജ്യത്തെ വിഭജിക്കണമെന്നും പറഞ്ഞു. പക്ഷെ ബ്രിട്ടീഷുകാർ അപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം എടുത്തിട്ട് അവർ ചിന്തിച്ചു, എന്തായാലും ഈ രാജ്യത്തെ വെട്ടിമുറിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്തായാലും ഒരിക്കലും സമാധാനം കിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കി. അന്നത്തുള്ള RSSൻ്റെ ചില വ്യക്തികളുടെ പ്രവർത്തികളെ ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി രാജ്യത്തെ വിഘടിപ്പിക്കുവാൻ അഹോരാത്രം പരിശ്രമിച്ചത് അന്ന് ഉള്ള നമ്മുടെ തന്നെ പൂർവ്വന്മാരായ കോൺഗ്രസ്സിലുള്ള ചില വ്യക്തികളും ഈ പറഞ്ഞ ശ്യാമപ്രസാദ് മുഖർജിയും വി ഡി സവർക്കറും ഒക്കെയാണ് ഇതിന് മുൻകൈ എടുത്തത്. പക്ഷേ അവസാനം കൊണ്ട് എത്തിച്ചത് എവിടെയാണ്? മുഹമ്മദ് അലി ജിന്നയിൽ. മുഹമ്മദ് അലി ജിന്ന പല പ്രാവശ്യവും മഹാത്മാഗാന്ധിയെ സമീപിച്ച് ഈ രാജ്യത്തെ വെട്ടിമുറിക്കുന്നതിനുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സംസാരിച്ചതായിട്ട് ഞാൻ പല ബുക്കുകളിലും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതേ ചുമ്മാതങ്ങ് പറയുകയല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ 1946 ഒക്ടോബർ മാസം ബ്രിട്ടീഷുകാരുടെ നിർദ്ദേശപ്രകാരം ശ്രീ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തിൻ്റെ 90%, 95%, അന്നത്തെ 195 കോടി രൂപ, ചരിത്രം പറയുന്നത് നെഹ്റുവിൻ്റെ രാജകുടുംബത്തിന് 205 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 195 കോടി രൂപയും 1946 ഒക്ടോബറിന് ശേഷം ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം ചെലവ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹം ഈ പണമെല്ലാം അവരുടെ രാജകുടുംബത്തിൻ്റെ ഫുൾ സമ്പത്തും എടുത്ത് വെറും 10 ലക്ഷം രൂപ, അതായത് ഇന്നത്തെ 13,000 കോടി രൂപ GDP കണക്ക് കൂട്ടിയാൽ അന്നത്തെ 190, അതായത് 1946 ഒക്ടോബർ മാസത്തിലെ 195 കോടി രൂപ ഇന്നത്തെ GDP പ്രകാരം ഏതാണ്ട് 12,500 13,000 കോടി രൂപ വരും. അപ്പം ഇത്രയും സമ്പത്ത് ഇന്ത്യക്ക് ആര് നൽകി? ജവഹർലാൽ നെഹ്റു നൽകി. ശേഷം 6 മാസം അല്ലെങ്കിൽ 9 മാസത്തിനുള്ളിലാണ് നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. ആദ്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കി ബ്രിട്ടീഷുകാർ പിരിച്ചിട്ട് മുഹമ്മദ് ജിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ 1947, അതായത് 12 മണിക്കൂർ മുന്നേ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കുകയും ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യമാവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ബ്രിട്ടീഷുകാർ കളിച്ച കളി. അതിന് നമ്മൾ ഇന്നും പിഴയുന്ന ഇന്നത്തെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ മുഹമ്മദ് അലി ജിന്നയുടെ പേര് പറഞ്ഞിട്ട് കൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുസ്ലിമീങ്ങളുടെ വായടപ്പിക്കുന്നത്. സത്യത്തിൽ ചരിത്രം തിരുത്തി പല രീതിയിലും ഒരു വളച്ചൊടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എനിക്കേറ്റവും ഇഷ്ടവും നല്ല ശ്രുതിയും നല്ല കേൾക്കാൻ ഇമ്പമുള്ള ഒരു ഗീതമെന്ന് പറഞ്ഞ വന്ദേ മാതരമാണ്. അത് എവിടെ ചെല്ലുന്നവർ ചൊല്ലിക്കോട്ടെ, പക്ഷേ ഇതൊരു ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് എല്ലാവർക്കും ഇതിൻ്റെ എല്ലാ വരിയും, അതായത് 6-8 വരി പാട്ടെങ്ങാണ്ടുള്ളതിൽ ഈ 4 വരി തൊട്ട് 8 വരി വരെ ഉള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ മറ്റു ചില വിശ്വാസികൾക്ക്. ഉദാഹരണം ക്രിസ്ത്യൻസിനായാലും മുസ്ലിംസിനായാലും ജൈനനായാലും ബൗദ്ധനായാലും സിഖുകാർക്കായാലും ആർക്കും ഇതിനകത്തുള്ള എല്ലാ വരികളെ അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ ഇതിൽ പ്രധാനപ്പെട്ട 2-3 ലൈൻ വളരെ രീതിയിൽ എടുത്തിട്ട് നമുക്ക്
ദേശീയ ഗീതമായി അംഗീകരിക്കുകയും നമ്മളെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ദേശീയ ഗാനമോ ദേശീയ ഗീതമോ ചൊല്ലി തുടങ്ങണമെന്നുള്ള ആ നിർദ്ദേശം നമ്മൾക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാരെല്ലാം അത് അംഗീകരിക്കുന്നുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്ന ചില ശക്തികൾ, അത് ഇന്ന് ചിത്രശക്തികളെന്ന് പറയാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരാണ് ഏറ്റവും കൂടുതൽ ചിത്രശക്തികൾ. കാര്യം ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ്. വേറുള്ള ഒരു രാജ്യക്കാരന് ഇന്ത്യയിൽ കയറി അങ്ങനെ കളിക്കാൻ പറ്റുകയില്ല. ഇന്ത്യ എന്ന് പറയുന്ന പ്രതിരോധ മേഖല വളരെ സമ്പുഷ്ടമാണ്. ഈ പ്രതിരോധ മേഖലയിൽ കയറി ഇന്ത്യയിലെ RSSും അവരെ താങ്ങുന്ന ചില ഭീകരരായിട്ടുള്ള ചില സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികൾ അവരുടെ അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ അടിച്ചമർത്താൻ വേണ്ടി പല വാക്കുകളും കോടതി വിധികളിൽ കൂടെ കൊണ്ടുവന്നിട്ടാണ് ഈ രാജ്യത്ത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ യുവാക്കളും യുവതികളും ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ അടുത്ത കാലത്തും ജാർഖണ്ഡിൽ കണ്ടില്ലേ, അവിടുത്തെ PSC ചെയർമാനെ ഇന്നത്തെ മനോരമ പേപ്പറിൽ കാണാം നിങ്ങൾക്ക്. കരാവോ ചെയ്ത് പിടിച്ചു കഴിഞ്ഞ് കുട്ടികൾ, വെറും 20 വയസ്സും 24 വയസ്സിനും താഴെയുള്ള കുട്ടികൾ പിടിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ. അപ്പം അതുപോലെയുള്ള വിഷയങ്ങളാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത്. രാജ്യത്തിൻ്റെ സമ്പത്തും എല്ലാം കൊള്ള ചെയ്ത് ചില ശക്തികൾ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപം നടത്തി. കാര്യം ഇവിടെ ഒരു സമയത്ത് നല്ലൊരു ജനാധിപത്യ ഗവൺമെൻറ് വന്നാൽ ഇവരുടെ പേരിൽ ഒരു അന്വേഷണം വന്നാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇന്ന് ഈ ഭരണകൂടം കാഴ്ചവെക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ഈ ഓഗസ്റ്റ് 15 വളരെ സമ്പുഷ്ടമായ രീതിയിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ജയ് ഹിന്ദ്. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതലാം സസ്യശ്യാമലാം മാതരം, വന്ദേ മാതരം. ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനീ പുല്ലകുസുമിത ദ്രുമദളശോഭിനീ സുഹാസിനി സുമധുരഭാഷിണീ സുഖദാം വരദാം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം.